ഇന്നങ്ങനെ 10th കൂടെ പഠിച്ച ഫ്രണ്ടിൻ്റെ കല്യാണം കൂടാൻ പോയതാണ്. താഴൂർ അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം. ഇതാണ് ബ്രൈഡ് അർഷ. നേരെ പോയി അവളെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ അങ്ങനെ ഇരുന്നു. നാളെ മുതൽ എന്നെ കാണുന്നവരൊരു ഹായ് പറയണം. ചേച്ചിയുടെ ഫ്രണ്ടല്ലെന്ന് എടുത്ത് ചോദിക്കണം. 10th കഴിഞ്ഞതിന് ശേഷം എല്ലാവരെയും കൂടെ ആദ്യമായിട്ട് കാണുമായിരുന്നു ഒരുമിച്ച്. എല്ലാവരും ഒന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ എന്താണ് എല്ലാവരുടെയും ഫേസൊക്കെ ഒരുപാട് മാറിപ്പോയി. നല്ല മാറ്റങ്ങളുണ്ട്. ചിലരൊന്നും മനസ്സിലാവുന്ന പോലും ഇല്ലായിരുന്നു. പിന്നെ സംസാരം കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്ന് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും അവളെ പന്തലോട്ട് വിളിച്ചോണ്ട് വരുന്നു. കൂടെ ഞങ്ങളും അങ്ങ് പോയി. എല്ലാവരെയും കൂടെ കുറേ വർഷങ്ങൾക്ക് ശേഷം കണ്ടത് കൊണ്ട് തന്നെ കുറേ കഥകൾ പറയാനുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. വർഷങ്ങൾക്ക് ശേഷം കാണുന്നതുകൊണ്ടായിരിക്കും എല്ലാവരെയും കണ്ടപ്പോഴത്തേക്കിനും നല്ല സന്തോഷമൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ നേരെ പന്തലോട്ട് പോയപ്പോഴത്തേക്കിനും അവിടെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങ് കുടിച്ചു. പിന്നെ എൻട്രൻസിൽ തന്നെ നല്ല രസമുണ്ടായിരുന്നു ഡെക്കറേഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ അകത്തോട്ട് ചെന്നപ്പോഴത്തേക്കിനും സീറ്റൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ സൈഡിൽ പോയി ഇനി ഫ്രണ്ട് വശത്ത് പോയി നിൽക്കുമായിരുന്നു. നന്നായിട്ട് അന്നേരം കാണാമല്ലോ. പിന്നെ അവളെ സ്വീകരിക്കുന്ന ചടങ്ങൊക്കെ ആയിരുന്നു. പിള്ളേരുടെ ഡാൻസും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റേജ് ഡെക്കറേഷൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ അവളെ സ്വീകരിച്ചൊക്കെ ഇരുത്തിയപ്പോഴത്തേനും പിന്നെ കല്യാണമൊക്കെ അങ്ങ് തുടങ്ങി. അങ്ങനെ കൂട്ടത്തിലെ ആദ്യത്തെ കല്യാണം അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അവൾക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞങ്ങളെ 10th പഠിപ്പിച്ച സാറന്മാരൊക്കെയാണ്. അങ്ങനെ എല്ലാവരും വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടുള്ള വെയിറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഗിഫ്റ്റ് ഒന്ന് കൊണ്ടിട്ടൊരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നതായിരുന്നു. അത് വളരെ വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. കുറേ നേരം നിന്നിട്ടാണ് സ്റ്റേജിലോട്ടൊന്ന് കയറാൻ തന്നെ പറ്റിയത്. പിന്നെന്തുവാ, എൻ്റെ കണ്ണിൽ കണ്ട എല്ലാവരെയും ഞാൻ എൻ്റെ വീഡിയോയിൽ അങ്ങ് ഉൾപ്പെടുത്തി. എല്ലാവരെയും ആരെയും വിട്ടുപോകാതെ എല്ലാവരുടെയും മുഖം ഞാൻ എൻ്റെ ക്യാമറയിൽ അങ്ങ് പതിപ്പിച്ചു. അങ്ങനെ ഗിഫ്റ്റും ഒക്കെ കൊടുത്ത് ഒരു ഫോട്ടോയും ഒക്കെ എടുത്തതിന് ശേഷം പിന്നത്തെ ഓട്ടം എങ്ങോട്ടാണെന്ന് അറിയാമല്ലോ, അതേ സദ്യ കഴിക്കാൻ. അപ്പം നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോഴേ ഇഷ്ടംപോലെ സീറ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു, സദ്യയൊക്കെ കഴിച്ചു. നല്ല അടിപൊളി സദ്യ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഗ്രൂപ്പായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. അങ്ങനെ ഓരോന്നിനെയൊക്കെ അറേഞ്ച് ചെയ്തൊക്കെ നിർത്തിയിട്ട് ഫോട്ടോയും വീഡിയോയും ഒക്കെ അങ്ങ് എടുത്തു. അങ്ങനെ കല്യാണം കൂടൽ മംഗളമായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. തത്താ ബൈ, സീ യു.